ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ 20 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനെ ഞാൻ സർവാത്മന പിന്തുണയ്ക്കുന്നു. ഒരുപാട് പരിമിതികൾക്കും കടബാധ്യതകൾക്കും നടുവിൽ അവതരിപ്പിച്ച ഈ റിവൈസ്ഡ് ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിന് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും അടയാളമായി ഈ ബഡ്ജറ്റിനെ കേരളം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സാർ എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രകടന പത്രികയിലൂടെയും ഗ്യാരണ്ടിയിലൂടെയും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നത് പതിവാണ്. എന്നാൽ ഇത് വാക്കാണ് എന്ന് ധൈര്യപൂർവ്വം ആവർത്തിച്ച് ഒന്നൊന്നായി ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുന്നത് വിസ്മയമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സാർ. ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ്. ഒന്നുകിൽ നികുതി ഉയർത്തി ജനങ്ങൾക്ക് മേൽ അധിക നികുതി ഭാരമേൽപ്പിച്ച് സംസ്ഥാനത്തിൻ്റെ ഖജനാവ് നിറയ്ക്കാം. അതല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് കൂടുതൽ വരുമാനം നേടാം. ഇതിൽ ആദ്യത്തെ മാർഗം വളരെ എളുപ്പമാണ്. എന്നാൽ ഈ ബഡ്ജറ്റിൽ നികുതി ഭാരം 1 രൂപ പോലും വർദ്ധിപ്പിക്കാതെ ഖജനാവ് നിറയ്ക്കാനുള്ള സമഗ്രവും നയപരവുമായിട്ടുള്ള മാറ്റങ്ങളാണ് സാർ കൊണ്ടുവന്നിട്ടുള്ളത്. സാർ, രാജ്യം ശ്രദ്ധിച്ച സമരമല്ലേ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം നടത്തിയത്? ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയ ആശമാരെ എത്രമാത്രം ആക്ഷേപിച്ചും അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുമാണ് കഴിഞ്ഞ സർക്കാർ നേരിട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. ആദ്യ ക്യാബിനറ്റിൽ തന്നെ വാക്ക് പാലിച്ചുകൊണ്ട് ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടാൻ തീരുമാനമെടുത്ത് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണത്തെ സല്യൂട്ട് ചെയ്ത സർക്കാരിനെ ഈ അവസരത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. സർ, വയറ്റിൽ കത്രിക തുന്നിക്കെട്ടിയ ഹർഷിനയ്ക്ക് ജോലി നൽകാൻ ആദ്യമേ തന്നെ നടപടിയെടുത്ത സർക്കാരാണിത്. സർ, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച സ്ത്രീകളുടെ സൗജന്യ യാത്ര അത് വെറും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് പ്രചരിപ്പിച്ച ആളുകൾ DTO ഓഫീസുകളൊന്ന് അന്വേഷിച്ചാൽ കഴിഞ്ഞ 15-ാം തീയതി മുതൽ കേരളത്തിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള ഗണ്യമായ വർധനവിൻ്റെ കൃത്യമായ കണക്ക് കിട്ടും. പ്രിയദർശിനി സൗജന്യ യാത്ര നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതിനോടൊപ്പം സ്ത്രീ സമൂഹത്തിന് സർക്കാർ ഒപ്പമുണ്ട് എന്ന ആത്മവിശ്വാസവും നൽകുന്നുണ്ട്. സർ, ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു വകുപ്പ് നിലയിൽ വന്നത് കേരളത്തിലാണ്. വയോജനങ്ങളുടെ ആരോഗ്യവും ക്രയശേഷിയും ബുദ്ധിയും ഏറ്റവും പ്രധാനമാണെന്ന് തിരിച്ചറിഞ്ഞ് കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന സർക്കാർ എന്നുള്ള ഖ്യാതി ഈ സർക്കാർ നേടിയിട്ടുണ്ട്. സാർ, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സർ, ലഹരിക്കെതിരെ സർക്കാർ തുടങ്ങിയ ഓപ്പറേഷൻ തൂഫാൻ ഒരു തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമാണ്. നമുക്ക് ചുറ്റും ലഹരി മരുന്ന് സംഘങ്ങൾ വരിഞ്ഞു മുറുക്കിയപ്പോൾ ശക്തമായ നടപടികൾ സ്വീകരിക്കാതെ കഴിഞ്ഞ സർക്കാർ നിസ്സംഗരായി നിന്നത് അക്ഷന്തവ്യമായ തെറ്റായിപ്പോയി എന്ന് പറയാതെ വയ്യ സാർ. സാർ, ഓപ്പറേഷൻ തൂഫാൻ ഈ സംസ്ഥാനത്തെ മുഴുവൻ അമ്മമാരും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയുകയാണ് സാർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടി നൽകിയ ചുമതല അനുസരിച്ച് ഞാനും ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണയും പാലക്കാട് ഒരു ഹോട്ടലിൽ ഏകദേശം 1 മാസക്കാലത്തോളം താമസിച്ചു. ഞങ്ങൾ 2 പേരുടെയും മുഖം മലയാളികൾക്ക് നന്നായി തിരിച്ചറിയാം. ഒരു ദിവസം അർദ്ധരാത്രിയിൽ 12 മണിക്ക് ശേഷം കേരള പോലീസ് ഞങ്ങളുടെ മുറിയിൽ റെയ്ഡ് ചെയ്യാനായി കടന്നു വന്നു. കൃത്യമായി എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് അന്ന് പറഞ്ഞത്. ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു വിനാശകാലേ വിപരീത ബുദ്ധിയാണിത് എന്ന് കൃത്യമായി പറഞ്ഞിട്ട് പോലീസിനോട് ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ പോയി മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്യണം, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് തയ്യാറാകാതെ ഞങ്ങളെ മോശമാക്കാൻ ശ്രമിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിന് നിർദ്ദേശം കൊടുത്ത ആളുകൾ പരാജയപ്പെട്ടു. കൂടാതെ ഇവിടെ കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടു കൂടി ഓപ്പറേഷൻ തൂഫാനിലൂടെ പോലീസ് റെയ്ഡുകൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾക്കാണ് സാർ റെയ്ഡ് നടത്തേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സ്ത്രീകളടങ്ങുന്ന ആളുകളെ മോശപ്പെടുത്താൻ വേണ്ടി നടത്തിയ ആ റെയ്ഡിനെ സംബന്ധിച്ച് കേരളത്തെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെറുപ്പക്കാരുടെ തലച്ചോറ് നശിപ്പിക്കുന്ന ഈ മയക്കുമരുന്ന് അടിച്ചമർത്താൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നു. സർ, സിംഗപ്പൂർ പോലെ കടലിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മിഷൻ സമുദ്ര ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സമ്പദ്ഘടനയുടെ ഉയർച്ചയിലൂടെ
തൊഴിലില്ലായ്മയെ തുടച്ചു നീക്കാൻ ഈ പദ്ധതിക്ക് കഴിയുമെന്നുള്ളതിലൊരു സംശയം വേണ്ട. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. MT വാസുദേവൻ നായർ കൾച്ചറൽ പാർക്ക് ഈ ബഡ്ജറ്റിലെ സാംസ്കാരിക മേഖലയിലെ മികച്ച ഒരു പ്രഖ്യാപനമാണ്. കേരളത്തിലെ തനത് കലകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് മറ്റുമായി രൂപം കൊടുത്ത കൾച്ചറൽ പാർക്കിന് MT വാസുദേവൻ നായർ എന്ന ആധുനിക മലയാള സാഹിത്യത്തിലെ ബഹുമുഖ പ്രതിഭയുടെ പേരിലായത് കൂടുതൽ ഉചിതമായി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. MTയുടെ പേര് ബഡ്ജറ്റ് പ്രസംഗത്തിൽ കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പല കൃതികളും രണ്ടാമൂഴം, വാനപ്രസ്ഥം, മഞ്ഞ് ഒക്കെ ഓർമ്മയിലേക്ക് വന്നതുകൂടി ഈ സഭയെ ഞാൻ അറിയിക്കുകയാണ്. SC/ST മത്സ്യത്തൊഴിലാളി പ്രത്യേക ഭവന പദ്ധതികൾ തിരികെ എത്തുന്നു എന്നുള്ളത് വലിയ ആശ്വാസമാണ് സാർ. കേരളത്തിൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ചയുമാണ്. ഇതിന് പരിഹാരമെന്നോണം നിരവധി പദ്ധതികളാണ് സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര ലെഗസി യൂണിവേഴ്സിറ്റികളെ കേരളത്തിൽ കൊണ്ടുവരാൻ വിഭാവനം ചെയ്യുന്ന നോളജ് വാലി ഒരു മികച്ച ആശയമാണ്. അന്താരാഷ്ട്ര തൊഴിൽ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കോഴ്സുകൾ പുനഃക്രമീകരിക്കാനും നൈപുണ്യ വികസന രംഗത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ഉതകുന്ന ജോബ് വാച്ച് ടവർ ഈ സംസ്ഥാനത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല സാർ. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇൻഡസ്ട്രിയുമായി ബന്ധിപ്പിക്കുന്ന IIT മദ്രാസ് മോഡൽ റിസർച്ച് പാർക്കുകൾ, റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ്റെ പേരിലുള്ള പുതിയ നിയമം, അക്കാഡമിക് സിൻഡിക്കേറ്റ് അടക്കമുള്ള നൂതന ആശയങ്ങൾ ബഡ്ജറ്റിലുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട സാർ. മത്സ്യത്തൊഴിലാളികൾക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മണ്ണെണ്ണയ്ക്ക് 50 രൂപയായിരുന്നപ്പോൾ 25 രൂപ സർക്കാർ സബ്സിഡി നൽകിയിരുന്നു. എന്നാൽ 10 വർഷം ഭരിച്ച LDF സർക്കാർ അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ മാർച്ച് മാസത്തിൽ ഇത് 50 രൂപയാക്കി. പക്ഷേ ഈ സർക്കാർ അത് ഒന്നാമത്തെ ബഡ്ജറ്റിൽ തന്നെ 75 രൂപയായി ഉയർത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ കിട്ടിയ ഭവനങ്ങൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പുതിയ ഭവന പദ്ധതി അടക്കം വിഭാവനം ചെയ്തിരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നു സാർ. കേരള സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്ന് ധവളപത്രം തുറന്നു കാട്ടുന്നു. സംസ്ഥാനത്തെ ആകെ കടം 5.7 ലക്ഷം കോടിയാണ്. ഈ സർക്കാർ നിലവിൽ നൽകേണ്ട ബാധ്യത 87,000 കോടിയുടെ രൂപയാണ്. ഇതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെയും കിഫ്ബിയുടെ കുടിശ്ശിക കൂടി ഉൾപ്പെടും. ഇതിന് പുറമെയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെയും ലീവ് സറണ്ടറിൻ്റെയും കുടിശ്ശിക. സംസ്ഥാനം നേടുന്ന ഈ ഗുരുതര പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെങ്കിൽ നമ്മൾ പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് സാർ. അതാണ് ഈ ബഡ്ജറ്റിലൂടെ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ ഏറ്റവും പ്രതിസന്ധി നേരിട്ട ആരോഗ്യ രംഗത്ത് സമഗ്രമായ മാറ്റമാണ് ഈ ബഡ്ജറ്റിലൂടെ വിഭാവനം ചെയ്യുന്നത്. 25 ലക്ഷത്തിൻ്റെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, മഹാനായ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ ഇൻഷുറൻസ് പദ്ധതി പാവപ്പെട്ട ആളുകൾക്ക് ഇരട്ടി മധുരമാണ് സാർ നൽകുന്നത്. എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജുകളെ LDF സർക്കാർ സംസ്കരിച്ച് കാസർഗോഡ്, ഇടുക്കി, വയനാട് അടക്കമുള്ള മേഖലകളിൽ മെഡിക്കൽ കോളേജുകൾക്ക് പുതിയ ഊർജ്ജമാണ് ഈ സർക്കാർ നൽകാൻ പോകുന്നത്. കേരളത്തെ ഒരു ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനാണ് ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി ആരോഗ്യരംഗത്തെ പരാധീനതകൾ പഠിക്കാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ഹെൽത്ത് കമ്മീഷനെ നിയോഗിച്ചിരുന്നു സാർ. നിരവധിയായ മികച്ച ആശയങ്ങളാണ് ഹെൽത്ത് കമ്മീഷൻ മുന്നോട്ട് വെച്ചത്. ഹെൽത്ത് കമ്മീഷൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ബജറ്റിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി SC മേഖലകളിൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ, പരിക്ക് പറ്റുന്നവർക്ക് ഗോൾഡൻ അവർ ചികിത്സ ഉറപ്പാക്കാനുള്ള പദ്ധതി അടക്കം നിരവധി നൂതനമായ പദ്ധതികൾ ബഡ്ജറ്റിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതൊക്കെ സമൂഹത്തിന് വലിയ ഗുണപരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് എടുത്തു പറയുകയാണ്. സംസ്ഥാനത്ത് പേര് പോലും കേൾക്കാത്ത നിരവധി രോഗങ്ങളാണ് നമ്മുടെ ആരോഗ്യ മേഖലയെ കഴിഞ്ഞ വർഷങ്ങൾ പിടിമുറുക്കിയത്. കലണ്ടർ പ്രോഗ്രാം പോലെ പകർച്ചവ്യാധികൾ കടന്നു വരികയാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് കാര്യം പ്രത്യേക ജലജന്യ രോഗങ്ങൾ ഓടിയെത്തുന്ന പ്രദേശങ്ങൾ എടുത്തു പറയുകയാണ്. ഈ രോഗങ്ങൾ കുടുംബങ്ങളെ മാത്രമല്ല തലമുറയെ തന്നെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള വലിയ ആഘാതങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കാത്ത കുടുംബങ്ങളെയും അർഹമായ വിദ്യാഭ്യാസം ലഭിക്കാൻ സാധിക്കാത്തവർക്കും കൈത്താങ്ങാകും വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ കാരുണ്യ ബെനവലന്റ് ഫണ്ട്, ആശ്വാസകിരണം അടക്കമുള്ള പദ്ധതികൾക്ക് ജീവൻ നൽകാൻ ബജറ്റ് ഉറപ്പു നൽകുകയാണ് സാർ. ഇവിടെ സംസ്ഥാനത്തെ ഒരു മേഖലയെ പോലും ഈ ബജറ്റ് തൊടാതിരുന്നിട്ടില്ല. ഭിന്നശേഷി സമൂഹത്തിനായി പൊതു ഇടങ്ങളിൽ ബാരിയർ ഫ്രീ ആക്കാനും അവർ വാങ്ങുന്ന വാഹനത്തിന് 15 ലക്ഷം രൂപ വരെ നികുതി ഇളവ് നൽകാനും ഈ ബജറ്റ് വിഭാവനം ചെയ്യുന്നു സാർ. അതോടൊപ്പം കാർഷിക മേഖലയെ സംസ്ഥാന സർക്കാർ മറന്നിട്ടില്ല.
റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ആദ്യ ബഡ്ജറ്റിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നാളികേര സംഭരണം കേന്ദ്രങ്ങൾ കൂട്ടാനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. സ്ത്രീകൾക്ക് കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്ന കൃഷി സഖി പദ്ധതിയും ബഡ്ജറ്റിലുണ്ട്. സ്ത്രീ ശാക്തീകരണം ഈ സർക്കാരിൻ്റെ മുഖമുദ്രയാണ് സാർ. ഇനി അരൂർ നിയോജക മണ്ഡലത്തിലെ ചില കാര്യങ്ങൾ ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അരൂര് സാർ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റും അരൂരിലില്ല. അനന്തമായ വികസന സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് അരൂർ. സാർ, അരൂരിനെ കൊച്ചിയുടെ സാറ്റലൈറ്റ് സിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ കൊച്ചിയും അരൂരും താരതമ്യം ചെയ്താൽ രാവും പകലും പോലെയുള്ള വ്യത്യാസം. പള്ളിപ്പുറത്ത് ഇൻഫോ പാർക്കുണ്ട്, 22ഓളം കമ്പനികളുണ്ട്. ഇനിയും നിരവധി കമ്പനികൾക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സൗകര്യവും സ്കോപ്പുമുണ്ട്. പക്ഷെ പള്ളിപ്പുറത്തെ ഇൻഫോ പാർക്ക് ഏറെ വർഷങ്ങളായിട്ട് അത് അൺഅറ്റൻഡഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ്. യാത്രാ സൗകര്യമോ താമസ സൗകര്യമോ ഒന്നും ഇല്ലാത്തതിനാൽ കമ്പനികൾക്കൊന്നും അവിടെ വരാനുള്ള ഒരു താല്പര്യമില്ല. ഒരു പ്രത്യേക സമിതിയെ നിയോഗിച്ച് സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ ഭാഗമായിട്ടുള്ള പള്ളിപ്പുറം ഇൻഫോ പാർക്കിനെ പഠിച്ച് ഒരു മികച്ച IT പാർക്കായി മാറ്റാനുള്ള നടപടിയെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, രണ്ടാമതായി പള്ളിപ്പുറത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മലബാർ സിമൻസ് ഉണ്ട്. അത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ്. അതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, ജീവനില്ല എന്ന് ചോദിച്ചാൽ ജീവനില്ല. തൊഴിലാളികളുടെ ജീവിതം അതീവ ദയനീയമാണ്. മലബാർ സിമൻസ് വ്യവസായ വകുപ്പ് ഇടപെട്ട് അടിയന്തരമായി പുനരുജ്ജീവിപ്പിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് ഈ സഭയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സാർ, വേമ്പനാട്ട് കായലും കൈതപ്പുഴ കായലും ഒക്കെ ചുറ്റിക്കിടക്കുന്ന പ്രകൃതി രമണീയമായ അരൂരിൽ കൊച്ചിയുടെ വാട്ടർ മെട്രോ എക്സ്റ്റൻഷൻ കൊണ്ടുവരണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, അതുപോലെ തന്നെ കൊച്ചിയിലേക്ക് രാവിലെ പോകുന്ന ആളുകൾ, എറണാകുളത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ അരൂരിലും എരമല്ലൂരും ഒക്കെ ഒന്ന് രാവിലെ പോയി നോക്കിയാൽ 100 കണക്കിനാണുള്ളത്. എന്തുകൊണ്ട് മെട്രോ റെയിലിൻ്റെ സാധ്യതകൾ അരൂരിലേക്ക് എത്തിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടാ? അതുകൂടി പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, കേരളത്തിലെ സീ ഫുഡിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്, സീ ഫുഡ് എക്സ്പോർട്ടിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന അരൂരാണ്. വലിയ കമ്പനികളുണ്ട്, ചെറിയ ഒരുപാട് കമ്പനികളുണ്ട്, പീലിംഗ് ഷെഡുകളുണ്ട്, ആയിരക്കണക്കിന് വരുന്ന പീലിംഗ് തൊഴിലാളികളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അരൂരിനെ സീ ഫുഡ് എക്സ്പോർട്ട് ഹബ്ബായി പ്രഖ്യാപിക്കണമെന്ന് ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഈ സർക്കാർ അതിനായി നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, അരൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് ദ്വീപുകളും തുരുത്തുകളും ഉണ്ട്, സാറിന് അറിയാം. അത് കണ്ടൽക്കാടുകളുണ്ട്, ചെറുതോടുകൾ, കായലുകൾ, കടലെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പെരുമ്പളം എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്, കാക്കത്തുരുത്ത് എന്ന് പറയുന്ന മറ്റൊരു ദ്വീപുണ്ട്, കുട്ടഞ്ചാൽ എന്ന് പറയുന്ന മറ്റൊരു ദ്വീപുണ്ട്. ഇവിടെയൊക്കെയുള്ള ജൈവ വൈവിധ്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കാക്കത്തുരുത്തെന്ന് പറയുന്ന ദ്വീപിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു വഞ്ചിയിൽ മാത്രമേ പോകാനും പറ്റുള്ളൂ. ഒരുപാട് വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾ അവിടെ വന്ന് അവിടുത്തെ സൂര്യാസ്തമയം കാണാനായിട്ട് എത്തിച്ചേരുന്നുമുണ്ട്. ഈ മേഖലയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജനജീവിതവും മെച്ചപ്പെടും, ഒരുപാട് തൊഴിൽ സാധ്യതകളും അവിടെ സൃഷ്ടിക്കപ്പെടും. സാർ, അരൂർ ചേർത്തല നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയിൽ ബഹുമാനപ്പെട്ട ചേർത്തല അംഗം ഇവിടെയുണ്ട്. സ്ഥിതി ചെയ്യുന്ന പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറി. ഈ കഴിഞ്ഞ ദിവസം മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഫാക്ടറി ഒന്ന് സന്ദർശിച്ചിരുന്നു. 115 തൊഴിലാളികളുണ്ട്. 360 മെട്രിക് ടൺ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിച്ചതിനടുത്ത് ഇപ്പം 100 മെട്രിക് ടൺ ഉൽപ്പാദനം മാത്രമാണുള്ളത്. മലബാർ മേഖലയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യവും ഈ കാലിത്തീറ്റ ഫാക്ടറിക്ക് കിട്ടുന്നില്ല. മിൽമയുടെ ഗോമതി ഗോൾഡിന് വിപണി കിട്ടാൻ വേണ്ടിയുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം. ഈ ഫാക്ടറിയുടെ പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്. കേരളം കുറേ നാളുകളായിട്ട് സ്വപ്നം കാണുകയാണ് എയിംസ്. യഥാർത്ഥത്തിൽ അരൂർ നിയോജക മണ്ഡലത്തിൽ ഇതിന് വേണ്ടത്ര സ്ഥലമുണ്ട്. അരൂർ നിയോജക മണ്ഡലത്തിലെ പള്ളിപ്പുറത്ത് ഇപ്പോൾ തന്നെ 14 ഏക്കർ സ്ഥലം ഒന്നും ചെയ്യാതെ അവിടെ സർക്കാരിൻ്റെ വകയായിട്ടുണ്ട്. അവിടെ പഴയ മണൽ ഇഷ്ടിക ഫാക്ടറി പ്രവർത്തിച്ചിരുന്നതാണ്. അതിന് സമീപം വ്യവസായ പാർക്കിനോട് ചേർന്ന് പൊതുജന എതിർപ്പില്ലാതെ വേണ്ടത്ര സ്ഥലം ഏറ്റെടുക്കാനും കഴിയും. ആയതിനാൽ എയിംസ് സ്ഥാപിക്കാൻ പള്ളിപ്പുറം പഞ്ചായത്തിലെ ചൂണ്ടിക്കാണിക്കപ്പെട്ട സ്ഥലം നിർദ്ദേശിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഈ സഭയിൽ ദീർഘകാലം MLA-യും മന്ത്രിയും അതിനുമപ്പുറം കേരള ചരിത്രത്തിലെ തന്നെ വിപ്ലവ നായികയായിട്ടുള്ള ഗൗരിയമ്മയ്ക്ക് ഉചിതമായ ഒരു സ്മാരകം അരൂരിൽ നിർമ്മിക്കുന്നതിന് ബഡ്ജറ്റിൽ പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്.
ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പഠന ഗവേഷണ കേന്ദ്രം പോലെയുള്ള ഒരു ഗൗരിയമ്മ സ്മാരകത്തിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒരുപക്ഷെ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഏക നിയോജക മണ്ഡലം അരൂരായിരിക്കും സാർ. ഒരു ബസ് സ്റ്റാൻഡ് കൂടി തരുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന ഞാൻ വയ്ക്കുകയാണ്. ഏറ്റവും അവസാനം, ഞാൻ അധിക നേരം സംസാരിക്കുന്നില്ല സാർ, എന്നെ ഈ സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുത്തതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സഭ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം, വിശ്വാസം അത് പരിപൂർണമായി നിർവഹിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്നുള്ള ഉറപ്പ് ഇവിടെ നൽകുകയാണ്. ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു പ്രത്യേക കാര്യം കൊണ്ടുവരികയാണ്. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനോ ശ്രദ്ധ ക്ഷണിക്കലോ ഒന്നും ഇവിടെ കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ട് അനുവദിക്കുന്നില്ല. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ ബഡ്ജറ്റ് ചർച്ച പൈലറ്റ് ചെയ്യാനുള്ള അവസരം ഡെപ്യൂട്ടി സ്പീക്കർക്കുണ്ട്. ഇനി വരാൻ പോകുന്ന ഡെപ്യൂട്ടി സ്പീക്കർമാർക്കടക്കം ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എന്നുകൂടി കരുതിയാണ് ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത്. ഗൗരവമായിട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അത് സഭയുടെ കീഴ്വഴക്കങ്ങളും പാരമ്പര്യവുമെല്ലാം പരിപൂർണമായി ബഹുമാനിച്ചുകൊണ്ട് അങ്ങേപോലെ ഒരാൾ ഈ സഭാധ്യക്ഷരായി ഇരിക്കുമ്പോഴാണ് ഇത് പറയാൻ കഴിയുന്നത്. കാരണം ഇത് അംഗങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ചും ജനകീയനും നിയമജ്ഞാനിയുമായിട്ടുള്ള അങ്ങ് ഈ സഭാധ്യക്ഷനായിരിക്കുമ്പോൾ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ സകല മേഖലയെയും തൊട്ടുണർത്തിക്കൊണ്ട് ഇത്രയും മികച്ച ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നു, അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ബജറ്റിനെ പിന്തുണയ്ക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ മാത്യു കുഴൽനാടൻ 11 മിനിറ്റ്. ബഹുമാനപ്പെട്ട സാർ, നമ്മുടെ ബഹുമാന്യായ ഡെപ്യൂട്ടി സ്പീക്കർ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് വെച്ചത്. ന്യായമായ ഒരു ആവശ്യമാണ് വെച്ചത്. കൺവെൻഷനിൽ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ എങ്ങും എഴുതിയിട്ടില്ല. അതായത് ഡെപ്യൂട്ടി സ്പീക്കർക്ക് അവരുടെ നിയോജകമണ്ഡലത്തെ പറ്റിയോ പൊതുവായൊരു കാര്യത്തെ പറ്റിയോ ഒരു സബ്മിഷൻ ഉന്നയിക്കാൻ പാടില്ല, ഒരു കോളിംഗ് അറ്റൻഷൻ പാടില്ല എന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ എങ്ങുമില്ല, ഒരു സ്ഥലത്തുമില്ല. ഒരു കൺവെൻഷനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ അവിടെ വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തിരിക്കണം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡെപ്യൂട്ടി സ്പീക്കർ, അദ്ദേഹവും ഇതേ പ്രശ്നം തന്നെ എപ്പോഴും ഉന്നയിക്കുമായിരുന്നു. ഇതൊരു ന്യായമായ കാര്യമാണ്. ചില കൺവെൻഷൻസ് നമുക്ക് മാറ്റാനുള്ളതാണ്. എല്ലാ MLA മാരും വരുന്നത് ഓരോ നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. ആ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ജനപ്രതിനിധി വന്ന് അവരുടെ ആവശ്യം ഈ നിയമസഭയിൽ ഉന്നയിക്കണമെന്ന്. അങ്ങേപോലെ ഒരു പരിണതപ്രജ്ഞനായ ഒരു സ്പീക്കർ, ബഹുമാനിയായ ഡെപ്യൂട്ടി സ്പീക്കർ മുമ്പോട്ട് വെച്ച ഈ ആവശ്യം പരിഗണിച്ച്, എനിക്ക് തോന്നുന്നു ഈ സഭയുടെ പൂർണ്ണമായ പിന്തുണ അക്കാര്യത്തിൽ ഉണ്ടാവുമെന്നാണ് തോന്നുന്നു. അതുകൂടി നൽകിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി അഭിപ്രായ സാഹചര്യത്തിൽ നമ്മുടെ ഒരു പൊതു സെൻസ് ഇതായിരിക്കും എന്നുള്ള ധാരണയോടുകൂടി അത് ഡെപ്യൂട്ടി സ്പീക്കർ ഉന്നയിച്ച ഒരാവശ്യം അനുഭാവപൂർണ്ണമായിട്ട് പരിഗണിക്കും എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യണം.